ആയുധ മത്സരത്തിൽ ഏർപ്പെടുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. എല്ലാവരും അവരുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നാണ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോടെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ മറന്നില്ല. 4-5 വർഷത്തിനുള്ളിൽ ചൈനയ്ക്കും തുല്യ അളവിൽ ആണവായുധങ്ങൾ ലഭിക്കും. നമുക്കെല്ലാവർക്കും നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ. കാരണം ആണവായുധങ്ങളുടെ ശക്തി ഭ്രാന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ രാജ്യങ്ങളുടെ ആണവ നിരായുധീകരണം അവിശ്വസനീയമായിരിക്കും എന്നും ട്രംപ് പ്രതികരിക്കാൻ മറന്നിട്ടില്ല. ആണവായുധ മത്സരം വെറുതെയാണെന്നും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ഉദ്ദേശവുമില്ലെന്നും ട്രംപ് മുൻപേ പറഞ്ഞിരുന്നു. റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കും ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും ഇടയിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്നത് ഏറെ ശ്രദ്ധേയം തന്നെ. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 1987 റൊണാൾഡ് റീഗനും മിഖെയിൽ ഗോർബച്ചേവും ഒപ്പുവെച്ച നാഴികക്കല്ലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു. അമേരിക്കയുടെ പിൻവാങ്ങലിനെ റഷ്യ അന്ന് അപലപിക്കുകയും ചെയ്തിരുന്നു. റഷ്യ കരാർ രഹസ്യമായി ലംഘിക്കുകയാണെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ റഷ്യ നിഷേധിക്കുകയും ചെയ്തിരുന്നു. 2023 നാറ്റോയുമായുള്ള സംഘർഷം ചൂണ്ടിക്കാട്ടി ബെലാറസിൽ തങ്ങളുടെ ആണവായുധങ്ങൾ വിന്യസിപ്പിക്കുമെന്നും റഷ്യ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒരു വർഷത്തിന് ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ഔദ്യോഗിക ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുകയായിരുന്നു. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറച്ചു. അമേരിക്ക ആദ്യം ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ അത് തങ്ങളും പുനരാരംഭിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പും അതോടൊപ്പം നൽകി. അതേസമയം യൂറോപ്പിലെ തങ്ങളുടെ താവളങ്ങളിൽ നവീകരിച്ച ആണവ ബോംബുകൾ വിന്യസിപ്പിക്കുമെന്ന് അമേരിക്ക ജനുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടനിൽ ആണവായുധങ്ങൾ സ്ഥാപിക്കുവാനും പെന്റഗൺ പദ്ധതിയിടുന്നുവെന്നും ഈ അടുത്ത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാ ആണവ ശക്തികളും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്ന് റഷ്യ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അമേരിക്ക പ്രതിരോധ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനും ഫണ്ടുകൾ ആഭ്യന്തര മുൻഗണനയിലേക്ക് തിരിച്ചു വിടുന്നതിനുമുള്ള ട്രംപിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഈ പ്രസ്താവനകളെല്ലാം തന്നെ. സൈനിക ബജറ്റുകൾ ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചകൾ ആരംഭിക്കാനും ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. ആണവ നിരായുധീകരണ ശ്രമങ്ങൾ പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തിൽ ചില വിദഗ്ധർ ഇതിനോടകം തന്നെ സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആണവ ആധുനികവൽക്കരണ പരിപാടികൾക്കായി അമേരിക്ക ഇതിനകം തന്നെ പ്രതിവർഷം $75 ബില്യൺ ചെലവഴിക്കുന്നുണ്ട്. അടുത്ത 30 വർഷത്തിനുള്ളിൽ മൊത്തം $1.7 ട്രില്യൺ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ആണവ നിരായുധീകരണ ചർച്ചകൾ ഇപ്പോൾ നടക്കുമോ, ചൈനയും റഷ്യയും ചർച്ചകൾക്ക് പരിഗണിക്കാൻ തയ്യാറാകുമോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഈ അവസരത്തിൽ ട്രംപിന്റെ വാക്കുകളും കൂടുതൽ ശ്രദ്ധ നേടുകയാണ്.